ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളൊരു ക്യാമ്പിംഗ് സ്റ്റൗ വാങ്ങിച്ചിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. ആ സ്റ്റൗ പ്രാക്ടിക്കലി എത്രമാത്രം പോസിബിൾ ആണെന്ന് അറിയാൻ വേണ്ടി ഒരു ട്രിപ്പാണിത്. ഔട്ട്ഡോറിൽ ഇരുന്ന് കുക്ക് ചെയ്യാനാണ് ഉദ്ദേശം. നല്ല ഫ്രഷ് റെഡ് ബെല്ലീഡ് നട്ടറാണ് നമ്മൾ ഇന്ന് വാങ്ങിച്ചത് ഈ കടയിൽ നിന്ന്. വരന്തരപ്പള്ളിയിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട് സന്ദീപ്. പുള്ളിയുടെ ഒരു തോട്ടത്തിലേക്കാണ് പോകുന്നത്. വണ്ടി അവിടെ ഒതുക്കി പാർക്ക് ചെയ്ത ശേഷം കുറച്ച് നടന്നു വേണം അകത്തോട്ട് പോകാനായിട്ട്. അധികം തിക്കും തിരക്കും ഇല്ലാതെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലമാണിത്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ മീൻ പൊള്ളിച്ച് കഴിക്കാൻ പോകുന്നത്. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും ഏതാണ്ട് 5:30-6 മണിയായി. സൺലൈറ്റ് ഒക്കെ ഒന്ന് പോയി തുടങ്ങി. പാടവരമ്പത്തുള്ള സ്ഥലമാണ്. നല്ല തണുത്ത കാറ്റും നല്ല ആംബിയൻസും കൊള്ളാം. ഈ പാടത്തിന്റെ സൈഡിലുള്ള പറമ്പിലാണ് നമ്മൾ കുക്കിംഗ് സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും പച്ചപ്പ് നിറഞ്ഞ പാടത്തിന്റെ അടുത്തിരിക്കുന്ന ഒരു വേറെ ഫീല് തന്നെയാണ്. ഈ പാടത്തിന്റെ പച്ചപ്പ് പോലെ തന്നെ പച്ച മസാലയാണ് ഈ മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കാൻ പോകുന്നത്. മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല വലുപ്പമുള്ള ഫ്രഷ് റെഡ് ബെല്ലീഡ് നട്ടറാണ് നമുക്ക് പൊള്ളിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. മീനിലേക്ക് ആ പച്ച മസാല തേച്ച് പിടിപ്പിക്കാം. കുരുമുളകും പച്ചമുളകും ഉപ്പും അരച്ചിട്ടാണ് ഈ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. വേറെ മസാലപ്പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല. സന്ദീപ് ഇതിലൊരു എക്സ്പേർട്ട് ആയതുകൊണ്ട് മൂപ്പരെ തന്നെ ഏൽപ്പിച്ചു. വരഞ്ഞ ഭാഗത്തൊക്കെ നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് കൊതിയാവും. കുക്ക് ചെയ്ത ശേഷം ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് സാലഡ്സും എടുത്തിട്ടുണ്ട്. ഇതും മൂപ്പര് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നാണ്. നേരമൊക്കെ അത്യാവശ്യം ഇരുട്ടി തുടങ്ങി. മൂപ്പര് രണ്ടാമത്തെ മീനും എടുത്ത് നല്ലോണം മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കംപ്ലീറ്റ് മസാല എടുത്ത് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. മീനിൻ്റെ അകത്തും പുറത്തുമായിട്ട് മസാലയൊക്കെ തേച്ച് കുറേ സമയം എടുത്തിട്ടാണ് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത്. കുറേ മരങ്ങളുടെയും ചെടികളുടെയും പാടത്തിൻ്റെയും അടുത്തൊക്കെ ഇരുന്ന് കുക്ക് ചെയ്യുന്ന പരിപാടി എന്തായാലും കൊള്ളാം. ആ ആംബിയൻസ് ശരിക്കും എനിക്ക് ഇഷ്ടപ്പെട്ടു. റൈസ് ബ്രാൻഡ് ഓയിലാണ് നമ്മൾ കുക്കിങ്ങിന് യൂസ് ചെയ്തത്. നമ്മൾ പറഞ്ഞ ക്യാമ്പിംഗ് സ്റ്റൗ എടുത്ത് വെച്ച് കത്തിച്ചു. ചീനച്ചട്ടി എടുത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു. വാഴയില എടുത്ത് നല്ലോണം വാട്ടി. വാടിയ വാഴയിലയിൽ നമ്മൾ മസാല തേച്ച് വെച്ചിരുന്ന മീനെടുത്ത് പൊതിഞ്ഞ് വെച്ചു. അധികം എയർ കിടക്കാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് വേണം പൊതിഞ്ഞ് വെക്കാനായിട്ട്. ചൂടായ ചട്ടിയിൽ വെച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. വീണ്ടും ഒരു ഇലയെടുത്ത് വെച്ച് ടൈറ്റായിട്ട് പൊതിഞ്ഞു. പൊതിഞ്ഞു വെച്ച വാഴയിലയും മീനും വേറൊരു പാത്രം വെച്ചിട്ട് അടച്ചു വെച്ചു. സ്റ്റൗവിലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ല ആവിയിൽ നല്ല ചൂട് കയറിയിട്ട് ഇതങ്ങ് വെന്ത് വരണം. കുറച്ച് നേരം ആകുമ്പോഴത്തേക്കും വാഴയിലേക്ക് അങ്ങനെ വാടി വരുന്നതിൻ്റെയും മീൻ ചെറുതായി വെന്ത് വരുന്നതിൻ്റെയും മണം വന്നു തുടങ്ങി. സ്റ്റൗവിൻ്റെ ഫ്ലെയിം അതിനനുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ക്രമീകരിച്ച് കൊടുത്തു. രണ്ടാമത്തെ മീനിൽ ശരിക്കും മസാല പിടിച്ചിരിക്കുകയാണ്. ഈ ഒരു ആംബിയൻസും പ്രോസസ്സും ശരിക്കും അടിപൊളിയാണ്. ഒരു വൈബ്, നൈറ്റ് വൈബ് ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. ഈ പറമ്പിൽ തന്നെ നീരുറവയൊക്കെ ഉള്ള ഒരു കുളമുണ്ട് സൈഡിലായിട്ട്. കഴുകാനൊക്കെ ഉള്ള വെള്ളമൊക്കെ ആ നീരുറവയിൽ നമുക്ക് കിട്ടും. ക്ലൈമറ്റൊക്കെ ഒന്ന് മാറി അത്യാവശ്യം നല്ല തണുപ്പൊക്കെ വന്നു തുടങ്ങി. ഈ കാണുന്നത് മീൻ വളർത്തുന്ന ഒരു കുളമാണ്. ഇപ്പോൾ ഇതിലുള്ളത് ചെറിയ മീൻ കുഞ്ഞുങ്ങളാണ്. അതുകൊണ്ടാണ് മീന് പുറമേന്ന് വാങ്ങിച്ചത്. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഈ മീനുകളായിരിക്കും നമ്മൾ പൊല്ലിച്ച് കഴിക്കാൻ പോകുന്നത്. സ്ലോ കുക്കിങ്ങിൽ മീനൊക്കെ നന്നായി വെന്ത് വന്നു തുടങ്ങി. ഇനി അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല മണമാണ്. വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല. ഈ മണം നമ്മുടെ വിശപ്പിന് 10 ഇരട്ടിയാക്കും. ചട്ടിയോടെ എടുത്ത് വാഴയിലേക്ക് തട്ടിയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ചൂടാറിയാലേ മീനിലോട്ട് നമുക്ക് തൊടാൻ പറ്റൂ. മണം ഒരു രക്ഷയില്ല കേട്ടോ. ഇതിൻ്റെ ചൂടാറുമ്പോഴത്തേക്കും നമ്മൾ അടുത്ത മീന് ചട്ടിയിലേക്ക് ഇടാനുള്ള പ്രോസസ്സ് നോക്കാം. വീണ്ടും സന്ദീപ് വാഴയില വെട്ടാൻ പോയി. പഴയ പ്രോസസ്സ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണ്. നല്ലോണം മസാല പിടിച്ച മീന് പൊള്ളിയ വാഴയിലയിലേക്ക് ഇറക്കി വെച്ചു. ബാക്കിയുള്ള മസാലയും അതിൽ വരുന്ന വെള്ളമൊക്കെ മീനിലേക്ക് തന്നെ ഒഴിച്ചു ചേർത്തു. വീണ്ടും വാട്ടിയ വാഴയില എടുത്ത് മൂടി വെച്ചു. പഴയ പ്രോസസ്സ് തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തു. ഇത്തിരി പോലും എയർ പുറത്തേക്ക് വരാത്ത രീതിയിൽ നല്ല ടൈറ്റായിട്ട് അടച്ചു വെച്ചു. ഇങ്ങനെ ചെയ്യുമ്പോഴേ ഫിഷ് വെന്ത് വരുമ്പോൾ നല്ല ജ്യൂസി ആയിട്ടിരിക്കുള്ളൂ. ഇനി നമുക്ക് പുറത്തെടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റത്തെ ഒന്ന് തുറന്നു നോക്കാം. നല്ല നീറ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ മണം ഒരു രക്ഷയില്ല. നല്ല ചൂടായതുകൊണ്ട് തന്നെ കൈവയ്ക്കാൻ നല്ല പാടാണ്. വാടിക്കരിഞ്ഞ വാഴയില മാറ്റി വെച്ച ശേഷം മീൻ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല ജ്യൂസി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ പച്ച മസാലയുടെ ടേസ്റ്റ് ഒന്ന് അറിയണം.
കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടും ചൂടാറുന്നില്ല, കൈ വയ്ക്കാൻ പറ്റുന്നില്ല. കത്തി കൊണ്ടൊന്ന് പൊളിച്ച് നോക്കാൻ തീരുമാനിച്ചു. നല്ല രീതിക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. സന്ദീപ് കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് റിയാക്ഷൻ കണ്ടറിയാം. പൊളി സാധനല്ലേ. ഔട്ട്ഡോറിൽ വെച്ച പൊള്ളിച്ച നല്ല ആവി പറക്കുന്ന മീൻ എങ്ങനെയുണ്ട്? ഇനി അളിയൻ്റെ ഊഴാണ്. ആളുടെ എക്സ്പ്രഷൻ കൂടി ഒന്ന് കാണണം. പൊളി സാധനല്ലേ. എനിക്കിനി ക്ഷമയില്ല, ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ. പക്ഷെ ഇപ്പോഴും തൊടാൻ പറ്റില്ല, നല്ല ചൂടുണ്ട്. മണം ഒരു രക്ഷയില്ല. നല്ല ജ്യൂസിയാണ്, വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒരു പീസ് എടുത്ത് ഞാനും കഴിച്ചു നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, അസാധ്യ ടേസ്റ്റ്. ഒരു പൂ ചോദിച്ചപ്പോൾ പൂക്കാലാണ് സന്ദീപ് നമുക്ക് വേണ്ടി ഒരുക്കി തന്നത്. ഇങ്ങനെയൊരു സ്റ്റൗ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യാനുള്ളൊരു പ്ലേസ് വേണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കിയൊക്കെ മൂപ്പരുടെ പ്ലാനായിരുന്നു. ഇത് എത്ര കഴിച്ചാലും മതി വരില്ല കേട്ടോ, അമ്മാതിരി ടേസ്റ്റാണ്. നിങ്ങൾക്ക് വേറൊരു കോമ്പിനേഷൻ കൂടി പരിചയപ്പെടുത്തി തരാം. ഇതിൻ്റെ ഒപ്പം ബ്രെഡ് കൂടി വെച്ച് കഴിച്ച് നോക്കണം. ഉഗ്രൻ ടേസ്റ്റാണ് ഈ കോമ്പിനേഷൻ. ഔട്ട്ഡോറിൽ നല്ല കാട് പോലുള്ള ഒരു പറമ്പിലിരുന്ന് ഇതുപോലെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തു പോകുമ്പോൾ ഇതുപോലെ കുക്ക് ചെയ്തൊക്കെ കഴിക്കാൻ ഈ ക്യാമ്പിംഗ് സ്റ്റൗ നല്ലതാണ്. ആ ഒരു സിറ്റുവേഷനും ആംബിയൻസും വേറെ ലെവലായി മാറും. രണ്ടാമത്തെ മീനും സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഈ മീനും അത്യാവശ്യം നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. കുറച്ചും കൂടെ മസാല നല്ല ഡീപ്പായിട്ട് പിടിച്ചിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്, ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. താങ്ക്സ് ടു സന്ദീപ് എന്ന് വേണം പറയാനായിട്ട്. നിങ്ങൾ ശരിക്കും ഫിറോസ് ചുട്ടിപ്പറക്കി ഒരു വെല്ലുവിളിയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പുറത്തൊക്കെ വെച്ച് കുക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എക്സ്പീരിയൻസ് മറക്കാൻ പറ്റില്ല, വളരെ നല്ലതായിരുന്നു. ക്യാമ്പിംഗ് സ്റ്റൗ ശരിക്കും വൃത്തിയാണ്. ഡീറ്റെയിൽ അൺബോക്സിങ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കാണാത്തവരൊന്ന് കയറി കാണണം. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നല്ല ആംബിയൻസിൽ നിന്ന് നല്ല ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റി. നിങ്ങൾക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.